പലപ്പോഴും നാം ലോകചരിത്രം പറഞ്ഞു തുടങ്ങുന്നത് ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്നായിരിക്കും. ആദ്യകാല ഗ്രീക്ക് തത്വചിന്തകരും ശാസ്ത്രജ്ഞരും എഴുത്തുകാരും വെട്ടിയ വഴിയിലൂടെയാണ് പിന്നീട് ലോകം സഞ്ചരിച്ചതെന്ന് പറയാം. ആധുനിക പാശ്ചാത്യ സംസ്കാരം വികസിച്ചു വന്നതുപോലും ഗ്രീസിൽ നിന്നായിരുന്നു. ഈ ചരിത്രത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് തലയുയർത്തി നിലകൊള്ളുന്ന നഗരമാണ് ആഥൻസ്. BC 5-ാം നൂറ്റാണ്ടോടെ നഗരമായി മാറിയ ശേഷം ആഥൻസ് സാംസ്കാരികമായി അതിവേഗം വളർന്നു. വാസ്തുവിദ്യ, കല, സാങ്കേതികവിദ്യ എന്ന് വേണ്ട സർവ്വമേഖലയിലും ഈ നഗരം ചരിത്രം സൃഷ്ടിച്ചു. ഈ ചരിത്രമാണ് ആഥൻസിന്റെ പ്രധാന സവിശേഷത. എന്നാൽ ഇന്ന് ടൂറിസ്റ്റുകളെ ഇവിടേക്ക് കൂടുതലായി ആകർഷിക്കുന്നതിൽ ഭൂപ്രകൃതിക്കും സുഖകരമായ കാലാവസ്ഥയ്ക്കും മുഖ്യ പങ്കുണ്ട്. ആഥൻസ് നഗരം മാത്രമല്ല, സമീപത്തെ ഈജിയൻ ദ്വീപുകളും ഇപ്പോൾ ലോകപ്രസിദ്ധ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളായിരിക്കുന്നു. ഗ്രീക്ക് തലസ്ഥാനമായ ആഥൻസ് ആണ് ഇന്ന് നാം സിറ്റി ടൂറിലൂടെ സന്ദർശിക്കുന്ന നഗരം. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ആഥൻസ് നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം അക്രോപോളിസ്, തുടർന്ന് അക്രോപോളിസ് മ്യൂസിയം, അടുത്തത് പ്ലാക്ക നെയ്ബർഹുഡ്, പിന്നെ ടെമ്പിൾ ഓഫ് ഒളിമ്പിയൻ സിയൂസ്, തുടർന്ന് സിന്റാഗ്മ സ്ക്വയർ, അടുത്തത് നാഷണൽ ഗാർഡൻ, പിന്നെ പാനഥിനായിക് സ്റ്റേഡിയം. അവിടെ നിന്നും മീക്കണോസ് ഐലൻഡ്, തുടർന്ന് സാന്റോറിനി ഐലൻഡ്, അവസാനമായി മെറ്റിയോര. അധീനദേവതയുടെ പേര് ആഥൻസ് നഗരത്തിൽ നിന്ന് ലഭിച്ചതാണോ അതോ ആഥൻസിന് പേര് നൽകിയത് അധീനയുടെ നഗരം എന്ന നിലയിലാണോ എന്ന വിഷയത്തിൽ ഇന്നും ചില തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതെന്തായാലും അധീനയും ആഥൻസും തമ്മിൽ ഇഴപിരിക്കാനാവാത്ത ബന്ധമാണുള്ളത്. ആ ബന്ധത്തിന്റെ അടയാളമാണ് പാർഥിനോൺ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അക്രോപോളിസ്. ആഥൻസിന്റെ സാംസ്കാരിക ഹൃദയം എന്ന് വിളിക്കാനാവുന്ന അക്രോപോളിസിൽ നിന്നാണ് നമ്മുടെ യാത്രയുടെ തുടക്കം. പുരാതന ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുടെ കേന്ദ്രം പൊതുവെ അക്രോപോളിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നഗരത്തിലെ ഉയർന്ന പ്രദേശത്ത് കോട്ട കെട്ടി സുരക്ഷിതമാക്കിയ നിലയിലായിരുന്നു അവ. രാജ്യത്തെ പ്രമുഖ വ്യക്തികൾ താമസിച്ചിരുന്നതും അക്രോപോളിസുകളിലാണ്. ആഥൻസിലെ അക്രോപോളിസ് ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒന്നാണ്. സൈറ്റിലെ പ്രധാന കാഴ്ച അധീനയെ ആരാധിച്ചിരുന്ന പാർഥിനോൺ ദേവാലയം തന്നെയാണ്. റീസ്റ്റോറേഷന്റെ ഭാഗമായി പുനഃസ്ഥാപിച്ച കോളങ്ങൾ ഇവിടെ കാണാം. ഗ്രീക്കുകാർക്ക് ചരിത്രത്തോടുള്ള ആഭിമുഖ്യം എത്രയുണ്ടെന്ന് ഈ സൈറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും. പാർഥിനോൺ കൂടാതെ മറ്റ് ക്ഷേത്രങ്ങളുടെ അവശേഷിപ്പുകൾ, ആംഫി തിയേറ്ററുകൾ എന്നിവയും ഇവിടെ കാണാം. ആഥൻസ് നഗരത്തിന്റെ വിശാലമായ കാഴ്ചകളാണ് കുന്നിൻ മുകളിൽ നിന്നുള്ള മറ്റൊരാകർഷണം. അക്രോപോളിസിന്റെ പരിസരവും ഗ്രീക്ക് ചരിത്രത്തിന്റെ ഓർമ്മകളുമായാണ് ഇന്ന് നിലകൊള്ളുന്നത്.
പുരാതന ഗ്രീക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ട സുവനീറുകൾ ഷോപ്പുകളിൽ നിന്നും വാങ്ങാം. കൂടാതെ ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളുടെ വേഷം ധരിച്ചവർക്കൊപ്പം ഫോട്ടോ എടുക്കാനും കഴിയും. ഇനി നാം പോകുന്നത് അക്രോപോളിസിന്റെ ചുവട്ടിലുള്ള മ്യൂസിയത്തിലേക്കാണ്. അക്രോപോളിസിൽ നിന്നും കണ്ടെത്തിയ പുരാവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന പ്രദർശനശാല. 4000-ലധികം വരും അവയുടെ സംഖ്യ. ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ളവയാണ് ഈ പുരാവസ്തുക്കൾ ഓരോന്നും. കാലഘട്ടവും കണ്ടെടുത്ത സ്ഥാനവും അടിസ്ഥാനമാക്കി ഇവയെല്ലാം മ്യൂസിയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഗ്രീക്ക് വെങ്കലയുഗം മുതൽ ബൈസാന്റിയൻ കാലം വരെയുള്ളവ ശേഖരത്തിൽ ഉൾപ്പെടും. 1-ാം നിലയിൽ BC 7 മുതൽ 5 വരെയുള്ള നൂറ്റാണ്ടുകളിലെ പുരാവസ്തുക്കളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഭൂമിക്കടിയിൽ ചില്ലിട്ടുമൂടിയ ഖനന സൈറ്റുകളും കാണാം. ആഥൻസ് നഗരം സ്ഥാപിക്കപ്പെട്ട കാലത്തെ കാഴ്ചകളാണ് ഇവയൊക്കെ. മ്യൂസിയത്തിൽ 2-ാം നിലയിലുള്ളത് ആഥൻസ് നഗരരാഷ്ട്രം എന്ന നിലയിൽ വികസിച്ച കാലഘട്ടത്തെ പുരാവസ്തുക്കളാണ്. പ്രതിമകൾ, തകർന്ന കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ എന്നിവയൊക്കെ ഇവിടെ കാഴ്ചയാകുന്നു. അക്രോപോളിസിന്റെ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാനാകുമായിരുന്ന പാർഥനോൺ ക്ഷേത്രത്തിനു വേണ്ടി പ്രത്യേകം ഒരുക്കിയിട്ടുള്ളതാണ് 3-ാം നില. ക്ഷേത്രത്തിന്റെ യഥാർത്ഥ രൂപം പ്രദർശിപ്പിക്കുന്ന മോഡൽ, ചരിത്രപരമായ പ്രാധാന്യം, ആരാധനാ രീതികൾ എന്നിവയെല്ലാം ഇവിടെ വിവരിക്കുന്നു. ഇനി നമുക്ക് അക്രോപോളിസിന് സമീപത്തുള്ള പ്ലാക്ക നെയ്ബർഹുഡിലൂടെ ഒന്ന് നടന്നുവരാം. ആഥൻസിൽ സാധാരണക്കാരായ ജനങ്ങൾ ആദ്യം കുടിയേറി പാർത്ത പ്രദേശമാണിത്. 2500 വർഷം മുമ്പുള്ള കുടിലുകളുടെ അവശേഷിപ്പുകളും ഉപകരണങ്ങളും പ്ലാക്കയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് കാണുന്ന പ്രദേശം പഴയ ജനവാസ കേന്ദ്രത്തിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീടുകൾ തിങ്ങി നിറഞ്ഞ പ്ലാക്കയിൽ എവിടെ കുഴിച്ചാലും കിട്ടും പുരാതന നഗരത്തിന്റെ ശേഷിപ്പുകൾ. നിലവിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ പ്ലാക്കയെ വികസിപ്പിച്ചിട്ടുണ്ട്. ഭൂതകാലത്തിന്റെ ഓർമ്മകൾക്ക് മുകളിൽ ഇവിടെ സുന്ദരവും ആഘോഷപൂർണവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു. കല്ലുവിരിച്ച പഴയകാല തെരുവുകളാണ് ഇവിടെയുള്ളത്. വീതി നന്നേ കുറവ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച പടിക്കെട്ടുകൾ ഇവിടെ ഒരു കാഴ്ചയാണ്. ബൊഗെയിൻവില്ല ചെടികളും മറ്റ് അലങ്കാര ചെടികളും നട്ട് വികസിപ്പിച്ചിട്ടുള്ള പ്ലാക്ക കാഴ്ചയിൽ ഒരു ഉദ്യാനം പോലെ മനോഹരമാണിപ്പോൾ. ഫോട്ടോഗ്രാഫർമാർക്ക് നിറപ്പകിട്ടാർന്ന ഫ്രെയിമുകൾ സമ്മാനിക്കുന്ന ഇടം. റെസ്റ്റോറന്റുകളും കഫേകളും പാതയുടെ വശങ്ങളിലെല്ലാം ഉണ്ട്. റെസ്റ്റോറന്റുകളുടെ ഇരിപ്പിടങ്ങൾ ഇടുങ്ങിയ പാതയിലാണ് നിരത്തിയിട്ടുള്ളത്. പഴമയുടെ പ്രൗഢിയും പകിട്ടും ആസ്വദിച്ചുകൊണ്ട് ഇവിടിരുന്ന് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാം. പ്ലാക്ക ആഥൻസിലെ പ്രധാന ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. സുവനീർ ഷോപ്പുകളും കലാസൃഷ്ടികൾ വിൽക്കുന്ന ആർട്ട് ഗ്യാലറികളും ഇവിടെയുണ്ട്. ഗ്രീക്ക് സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്ന കരകൗശല വസ്തുക്കളും ചിത്രങ്ങളുമൊക്കെയാണ് ഷോപ്പുകളിൽ നിന്നും വാങ്ങാനാവുക. ഇനി കാണേണ്ടത് പുരാതന ഗ്രീക്ക് സംസ്കാരത്തിന്റെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. ഒളിമ്പ്യൻ സിയൂസിന്റെ ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന ഇടം. ഒളിമ്പസ് മലനിരകളിൽ ജീവിച്ചിരുന്നതിനാലാണ് ഒളിമ്പ്യൻ എന്ന പേര് ലഭിച്ചത്. ഒരു കാലത്ത് ഗ്രീസിൽ ഏറ്റവും അധികം ആരാധിക്കപ്പെട്ടിരുന്ന ദേവനായിരുന്നു സിയൂസ്.
അതുകൊണ്ട് തന്നെ വലിയ പ്രൗഢിയോടെയാണ് ക്ഷേത്രം നിർമ്മിച്ചിരുന്നത്. ആഥൻസ് നഗരരാഷ്ട്രത്തിന്റെ ശക്തിയുടെയും സമ്പത്തിന്റെയും അടയാളമായി ഈ ക്ഷേത്രം അന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് കൽത്തൂണുകൾ മാത്രമേ സൈറ്റിൽ അവശേഷിക്കുന്നുള്ളൂ. തകർന്ന ഭാഗങ്ങളിൽ നിന്നും പൂർണ്ണ രൂപത്തിൽ ക്ഷേത്രം പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ആഥൻസ് നഗരത്തിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാനാകുന്ന ചത്വരത്തിൽ അല്പസമയം ചിലവിടാം. സിന്റാഗ്മ സ്ക്വയർ. കോൺസ്റ്റിറ്റ്യൂഷൻ സ്ക്വയർ എന്നാണ് ഇംഗ്ലീഷ് ഭാഷയിൽ അർത്ഥം. ഗ്രീസിന്റെ ദേശീയ നിയമനിർമ്മാണ സഭയായ ഹെലനിക് പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. പാർലമെന്റ് ആണെങ്കിലും നിയോ ക്ലാസിക്കൽ ശൈലിയിലുള്ള ലളിതമായൊരു നിർമ്മിതിയാണിത്. ഒറ്റനോട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടുന്നത് പൂമുഖത്തെ ഗ്രീക്ക് കോളങ്ങൾ മാത്രമാണ്. പാർലമെന്റിലെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ടൂംബ് ഓഫ് ദി അൺനോൺ സോൾജിയർ സ്മാരകം. യുദ്ധങ്ങളിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച പടയാളികളെ ആദരിക്കുന്ന മെമ്മോറിയൽ. ഇവിടെ ഓരോ മണിക്കൂറിലും ചേഞ്ചിങ് ഗാർഡ് സെറിമണി നടക്കുന്നുണ്ട്. കാവൽക്കാർ ചുമതല കൈമാറുന്ന ചടങ്ങ്. ഗ്രീക്ക് പാരമ്പര്യം ദൃശ്യമാവുന്ന ഹൃദ്യമായൊരു കാഴ്ചയാണിത്. ഞായറാഴ്ചകളിൽ അല്പം വിപുലമാണ് ഈ സെറിമണി. ചരിത്രപരവും രാഷ്ട്രീയവുമായ പ്രാധാന്യത്തിനു പുറമെ ആഥൻസിലെ പ്രാദേശിക ജീവിതം കാണാൻ കഴിയുന്ന ഇടം കൂടിയാണ് സിന്റാഗ്മ സ്ക്വയർ. നഗരവാസികൾ ഒഴിവു സമയങ്ങളിൽ ഒത്തുകൂടുകയും കുശലം പറഞ്ഞിരിക്കുകയും ചെയ്യുന്ന സ്ഥലം. സായാഹ്നങ്ങളിലാണ് ചത്വരം കൂടുതൽ സജീവമാകുക. ഇരുട്ട് പരക്കുമ്പോൾ വൈദ്യുത വിളക്കുകൾ തെളിയുന്നതോടെ സ്ക്വയർ കാഴ്ചയിൽ ആകർഷകമായി മാറും. ഗ്രീക്ക് വിഭവങ്ങൾ വിളമ്പുന്ന ധാരാളം റെസ്റ്റോറന്റുകളും കഫേകളും സ്ക്വയറിന് ചുറ്റും പ്രവർത്തിക്കുന്നുണ്ട്. സഞ്ചാരത്തോടൊപ്പം അമേരിക്കയിലൂടെ ഒരു ദീർഘയാത്ര നടത്താൻ ഇതാ നിങ്ങൾക്കും അവസരം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com. ആഥൻസ് നടന്നു കാണേണ്ട നഗരമാണ്. ചരിത്രവും സംസ്കാരവുമെല്ലാം അറിഞ്ഞ് ആസ്വദിക്കേണ്ട നഗരം. നടന്ന് തളരുമ്പോൾ വിശ്രമിക്കാൻ ധാരാളം പൊതു ഉദ്യാനങ്ങളുണ്ട് നഗരത്തിൽ. അതിലൊന്നാണ് നാഷണൽ ഗാർഡൻ. പൂന്തോപ്പുകളും തടാകങ്ങളും പുൽത്തകിടികളും വലിയ വൃക്ഷങ്ങളും ആർക്കിയോളജിക്കൽ സൈറ്റുകളും വിനോദ കേന്ദ്രങ്ങളും എല്ലാം ഉൾപ്പെടുന്ന
വിപുലമായ സമുച്ചയം. മനോഹരമായ ലാൻഡ്സ്കേപ്പിംഗ് കണ്ടുകൊണ്ട് പാർക്കിലൂടെ സാവധാനം നടക്കാം. ശാന്തമായ അന്തരീക്ഷവും ഹരിതാഭയും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഊർജം പകരും. ഒഴിവു സമയം ചിലവിടാനെത്തിയ ധാരാളം തദ്ദേശീയരെയും പാർക്കിൽ കാണാം. ഗ്രീസിൽ കണ്ടുവരുന്ന സസ്യങ്ങളാണ് ഇവിടെ ഭൂരിഭാഗവും. വരണ്ടതും ചൂടുകൂടിയതുമായ ഗ്രീക്ക് ആവാസ വ്യവസ്ഥയിലെ ഇനങ്ങൾ പുറമേ നിന്നുള്ളവർക്ക് പുതിയൊരു കാഴ്ചയായിരിക്കും. അതുപോലെ ഗ്രീസിലെ ജീവികളെ ഉൾപ്പെടുത്തി ഒരു ചെറു മൃഗശാലയും ഗാർഡനിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി കാണേണ്ടത് പുരാതന ഒളിമ്പിക്സിനും ആധുനിക ഒളിമ്പിക്സിനും തുടക്കം കുറിച്ച മൈതാനമാണ്. പാനഥിനായിക് സ്റ്റേഡിയം. BC 4-ാം നൂറ്റാണ്ടിൽ അഥീനയെ ആദരിച്ചുകൊണ്ട് സംഘടിപ്പിച്ചിരുന്ന പാനഥിനായിക് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആദ്യം കായിക മത്സരങ്ങൾ അരങ്ങേറിയത്. പിന്നീട് 1896-ൽ ആധുനിക ഒളിമ്പിക്സിന് തുടക്കം കുറിച്ചപ്പോഴും വേദി ഇവിടമായിരുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യുവിന്റെ രൂപത്തിലുള്ള സ്റ്റേഡിയത്തിൽ ഓവൽ ആകൃതിയിൽ കളിക്കളം ഒരുക്കിയിരിക്കുന്നു. ഇന്നിവിടം ഒളിമ്പിക്സിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ പങ്കുവെക്കുന്ന സ്മാരകമാണ്. പൂർണ്ണമായും മാർബിളിലാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം. ഒരു പബ്ലിക് സ്റ്റേഡിയം എന്ന നിലയിൽ ചടങ്ങുകൾക്കും മത്സരങ്ങൾക്കും സ്റ്റേഡിയം വിട്ടു നൽകുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്ക് സ്റ്റേഡിയം മുഴുവനും നടന്നു കാണാനാകും. ജേതാക്കൾക്ക് ഒലിവില കിരീടം സമ്മാനിച്ചിരുന്ന പോഡിയം ഒരു വശത്തുണ്ട്. സ്റ്റേഡിയത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ ഓഡിയോ ഗൈഡുകൾ ലഭ്യമാണ്. ഗാലറിയുടെ മുകളിൽ നിൽക്കുമ്പോഴാണ് 70,000-ഓളം കാണികളെ ഉൾക്കൊള്ളാനാകുന്ന സ്റ്റേഡിയത്തിന്റെ വലിപ്പം ബോധ്യമാവുക. ഇവിടെ നിന്നും നഗരത്തിന്റെ കാഴ്ചകളും ആസ്വദിക്കാനാകും. ഗ്രീസിൽ കരയിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെക്കാൾ ജനപ്രിയം ഈജിയൻ കടലിലെ ദ്വീപുകളാണ്. ഇനി നാം പോകുന്നത് 2 പ്രധാനപ്പെട്ട ഈജിയൻ ഐലൻഡുകളിലേക്കാണ്. മീക്കണോസും സാന്റോറിനിയും. ആഥൻസിൽ നിന്നും 5 മണിക്കൂർ കടലിലൂടെ സഞ്ചരിച്ചാൽ മീക്കണോസ് ദ്വീപിലെത്താം. ഈജിയൻ കടലിന്റെയും അഗ്നിപർവ്വതജന്യമായ ദ്വീപുകളുടെയും കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്ര പുതുമയുള്ള അനുഭവമായിരിക്കും. ഗ്രീക്ക് ദ്വീപുകൾ മുൻപ് കണ്ട് പരിചയമില്ലെങ്കിൽ മീക്കണോസ് നിങ്ങൾക്കൊരു അത്ഭുത ലോകം തന്നെയാകും. വെളുത്ത നിറം പൂശിയ കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞ കുന്നിൻ ചെരുവുകളും ഇടുങ്ങിയ കല്ലുവിരിച്ച പാതകളും ഈ ദ്വീപിനെ വേറിട്ട കാഴ്ചയാക്കി മാറ്റുന്നു. മീക്കണോസിൽ നിങ്ങൾക്ക് തീരത്തോട് ചേർന്നുള്ള റിസോർട്ടുകളോ അല്പം ഉള്ളിലേക്കുള്ള ഹോട്ടലുകളോ ഹോം സ്റ്റേകളോ താമസത്തിനായി തെരഞ്ഞെടുക്കാം. മീക്കണോസിന്റെ സാധാരണ ജീവിതം കാണാൻ ഉൾഭാഗമാണ് ഉത്തമം. കടലിന്റെ കാഴ്ചകൾ ആസ്വദിച്ച് സമയം ചിലവിടാനാണ് താല്പര്യമെങ്കിൽ തീരത്തെ റിസോർട്ടുകളും. മീക്കണോസിലെ തെരുവുകളിലൂടെയുള്ള അലസമായ നടത്തമാണ് ദ്വീപിലെ ഒരു പ്രധാന ആക്ടിവിറ്റി. മീക്കണോസിലെ നൈറ്റ് ലൈഫ് ആഘോഷപൂർണമായ അനുഭവമാണ്, പ്രത്യേകിച്ച് സീസൺ സമയങ്ങളിൽ. ഭക്ഷണവും നൃത്തവും സംഗീതവുമൊക്കെയായി ടൂറിസ്റ്റുകൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ സജ്ജമാണ്. രുചികരമായ സീ ഫുഡ് വിഭവങ്ങളാണ് മീക്കണോസിൽ അനുഭവിച്ചറിയേണ്ട മറ്റൊരു സവിശേഷത. സാന്റോറിനി എന്ന ഈജിയൻ ദ്വീപാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ടൂറിസത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഐലൻഡ്. ഇവിടേക്ക്
ഫെറിയിലും വിമാനത്തിലും എത്താനാകും. 2500 വർഷം മുൻപ് മുതൽ ജനവാസമുണ്ടായിരുന്ന സാന്റോറിനി ചരിത്രപരമായും പ്രാധാന്യമുള്ള ദ്വീപാണ്. തലസ്ഥാനമായ ഫിറ, ഈയ എന്നിവയാണ് ദ്വീപിലെ പ്രധാന ഡെസ്റ്റിനേഷനുകൾ. മീക്കണോസിലെ പോലെ തന്നെ പരമ്പരാഗത രൂപവും ഭാവവുമുള്ള വെളുത്ത നിറം പൂശിയ കെട്ടിടങ്ങളും തെരുവുകളും ഇവിടെയുമുണ്ട്. വലിയ ക്ലിഫുകൾക്ക് മുകളിലാണ് പട്ടണങ്ങളുടെ സ്ഥാനം എന്നതാണ് ഒരു വ്യത്യാസം. ക്ലിഫുകളോട് ചേർന്നുള്ള ചരിവുകളിലാണ് റിസോർട്ടുകൾ പണികഴിപ്പിച്ചിട്ടുള്ളതും. ഗംഭീരമാണ് റിസോർട്ടുകളുടെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകൾ. സാന്റോറിനിയിലെ ഇടുങ്ങിയ പാതകളിലൂടെ അലസമായി നടക്കാം. വഴികളെല്ലാം ബൊഗൈൻവില്ല മരങ്ങൾ നട്ടും അലങ്കരിച്ചും മനോഹരമാക്കിയിട്ടുണ്ട്. നടത്തത്തിനിടയിൽ വശങ്ങളിലെ റെസ്റ്റോറന്റുകളിലിരുന്ന് രുചികരമായ കടൽ വിഭവങ്ങൾ ആസ്വദിക്കാം. സുവനീർ ഷോപ്പുകളിൽ നിന്നും മനോഹരമായ കരകൗശല വസ്തുക്കൾ സ്വന്തമാക്കാം. ദ്വീപിന്റെ പല ഭാഗങ്ങളിലുള്ള വ്യൂ പോയിന്റുകളിൽ നിന്നും കാഴ്ചകളും കാണാം. മലനിരകൾ നിറഞ്ഞ ദ്വീപിന്റെ ഉൾഭാഗത്തേക്കും യാത്ര ചെയ്യണം. മുന്തിരിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ദ്വീപിൽ ധാരാളം വൈൻ നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട്. വൈൻ നിർമ്മാണം കാണുന്നതിനൊപ്പം ഇവിടെ നിന്നും വൈനുകൾ രുചിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് കാണേണ്ടത് ചരിത്രവും ഭൗമപ്രതിഭാസങ്ങളും ഒത്തുചേരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. മെറ്റിയോര. വലിയ ചുണ്ണാമ്പ് പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന ഭൂപ്രദേശം. പാറക്കെട്ടുകൾക്ക് മുകളിൽ ക്രൈസ്തവ സന്യാസി മഠങ്ങൾ പണികഴിപ്പിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകളായി സന്യാസിമാർ ഏകാന്തവാസം അനുഷ്ഠിക്കുന്ന ഗുഹകളുണ്ട് ഈ പാറക്കെട്ടുകളിൽ. പൊതുവെ കഠിനമായ ഗ്രീക്ക് ഓർത്തഡോക്സ് മതവിശ്വാസത്തിന്റെ തീവ്രരൂപം നിങ്ങൾക്കിവിടെ കാണാനാകും. ഗ്രീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് മെറ്റിയോര. ആഥൻസിൽ നിന്നും 5 മണിക്കൂർ ട്രെയിനിൽ സഞ്ചരിച്ചു വേണം മെറ്റിയോരയിലെത്താൻ. ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ഇവിടെ ഗൈഡഡ് ടൂറുകളുടെ ഭാഗമാകുന്നതാകും നല്ലത്. നിരവധി മൊണാസ്റ്ററികളും ഗുഹകളും വ്യൂ പോയിന്റുകളും പ്രദേശത്തുണ്ട്. പല വഴികളിലൂടെ വേണം ഇവിടേക്കെല്ലാം എത്താൻ. നൂറ്റാണ്ടുകളുടെ സംഭവബഹുലമായ ചരിത്രവുമുണ്ട് ഈ പ്രദേശത്തിന്. അതെല്ലാം വിശദമായി അറിയാനും ഗൈഡുകളോടൊപ്പം സഞ്ചരിക്കുന്നതാണ് നല്ലത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതി ശക്തികളുടെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട പില്ലർ റോക്കുകളാണ് മെറ്റിയോരയിൽ നിങ്ങളെ വരവേൽക്കുക. വെള്ളം ഒഴുകിയതിന്റെയും കാറ്റ് വീശിയതിന്റെയും ഒക്കെ അടയാളങ്ങൾ കാണാം പാറക്കെട്ടുകളിൽ. അടുത്തെത്തുമ്പോൾ ഈ പില്ലർ റോക്കുകളുടെ യഥാർത്ഥ ഉയരം നിങ്ങളെ അമ്പരപ്പിക്കും. 24 മൊണാസ്റ്ററികളാണ് പാറക്കെട്ടുകളിൽ ആകെ ഉണ്ടായിരുന്നത്. ഇന്നതിൽ 6 എണ്ണം മാത്രമേ സജീവമായിട്ടുള്ളൂ. ഏറ്റവും വലിയ മഠമാണ് ഹോളി മൊണാസ്റ്ററി. ഏറ്റവും ഉയരത്തിലുള്ള പാറക്കെട്ടിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പുരാവസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ള മ്യൂസിയവും മൊണാസ്ട്രിയിലുണ്ട്. വാർലാം മൊണാസ്ട്രിയാണ് രണ്ടാമത്തെ വലിയ മഠം. മനോഹരമായ ചർച്ചും സന്യാസി ജീവിതം വിവരിക്കുന്ന മ്യൂസിയവും ഇവിടെ കാണാം. എത്തിച്ചേരാൻ ഏറ്റവും എളുപ്പമുള്ള മൊണാസ്റ്ററികളാണ് സെയിന്റ് സ്റ്റീഫൻ, റോസ്നൌ എന്നിവ. ഹോളി ട്രിനിറ്റി,
സെയിന്റ് നിക്കോളാസ് എന്നിവയാണ് മറ്റ് മൊണാസ്റ്ററികൾ. പാറക്കെട്ടിന്റെ മുകളിലേക്ക് പടിക്കെട്ടുകൾ കയറി എത്തിച്ചേരാനാകും. പ്രദേശത്തിന്റെ വിഗഹ വീക്ഷണം സാധ്യമാകും വിധം നിരവധി വ്യൂ പോയിന്റുകൾ പലയിടങ്ങളിലായുണ്ട്. ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഹൈക്കിങ്ങിൽ ഏർപ്പെടാനും കഴിയും. കലബാക്ക എന്ന പട്ടണവും കസ്ട്രാക്കി എന്ന മനോഹരമായ ഗ്രാമവുമാണ് മെറ്റിയോര ടൂറിലെ മറ്റ് കാഴ്ചകൾ. ഭൂപ്രകൃതി കൊണ്ടും സംസ്കാരം കൊണ്ടും ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം നേടുന്ന ആഥൻസിന്റെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. ഇന്നും കണ്ടെത്താനാവാത്ത രഹസ്യങ്ങളുടെ കലവറകളാണ് നഗരത്തിലെ ആർക്കിയോളജിക്കൽ സൈറ്റുകൾ. ചരിത്രം ചികഞ്ഞെടുക്കുന്നതിലും അത് സംരക്ഷിക്കുന്നതിലും ഗ്രീക്ക് ജനത പുലർത്തുന്ന മികവും ശ്രദ്ധയും എടുത്തു പറയുക തന്നെ വേണം. പാശ്ചാത്യരുടെ ഏറ്റവും പ്രിയപ്പെട്ട സമ്മർ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണിവിടം.